കരയുന്ന കുട്ടിക്ക് പാലുള്ളൂ. സർവീസ് സെന്ററുകാരോട് പറയാനുള്ളത്, നിങ്ങൾ ഒരിക്കലും ഈ കസ്റ്റമേഴ്സിനെ അനാവശ്യമായിട്ട് പിഴിയാൻ വേണ്ടി ശ്രമിക്കരുത്. അങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെയാണ് അതിന്റെ നഷ്ടം. സർവീസിന് കൊണ്ടുപോകുന്ന സമയത്ത് അവരുടെ അടുത്ത് പറയാ, എന്താണോ കമ്പനി മാൻഡേറ്ററി ആയിട്ട് ചെയ്യാൻ പറയുന്ന കാര്യം അത് മാത്രമേ നിങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. അതിലുപരിയായിട്ട് ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ എന്റെ കൺസേൺ ഇല്ലാതെ, ഞാനാണ് വാഹന ഉടമയെങ്കിൽ എന്റെ കൺസേൺ ഇല്ലാതെ നിങ്ങൾ ചെയ്യാൻ പാടില്ല എന്നുള്ള. ടാറ്റയുടെ വാഹനങ്ങൾ ഉപയോഗിക്കുന്നവര് ടാറ്റയുടെ സർവീസിനെ കുറിച്ചും സർവീസ് സെന്ററുകളിലെ മോശം പെരുമാറ്റത്തെ കുറിച്ചൊക്കെ പറയുന്ന കാര്യങ്ങൾ ഒരുപാട് നമ്മൾ സോഷ്യൽ മീഡിയയിലും മറ്റൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും ഒക്കെ ഉണ്ട്. ഇപ്പൊ റീസെന്റ് ആയിട്ട് വാഹനങ്ങളുടെ സർവീസുമായി ബന്ധപ്പെട്ട് അമിതമായ ചാർജ് ഈടാക്കുന്നു എന്നുള്ളൊരു പരാതി വ്യാപകമായിട്ട് പല കസ്റ്റമേഴ്സും ഗ്രൂപ്പുകളിലും മറ്റൊക്കെ ആയിട്ട് ഉന്നയിക്കുന്നുണ്ട്. ഇപ്പൊ ഇന്നുണ്ടായ ഒരു അനുഭവത്തെ കുറിച്ച് പറയാണ്. ഇന്ന് ഒരു ലേഡി ടിയാഗോ 22,000 കിലോമീറ്ററിന്റെ സർവീസിന് വേണ്ടിയിട്ട്, വാഹനങ്ങളുടെ ഒരു സർവീസിന്റെ ഒരു പീരീഡ് എന്ന് പറയുന്നത് എല്ലാ 7,500 കിലോമീറ്ററിലും മൈനർ സർവീസും എല്ലാ 15,000 കിലോമീറ്ററിലും മേജർ സർവീസുമാണ്. ഈ വാഹനം 22,000 കിലോമീറ്റർ ആയിട്ടുള്ളൂ. പക്ഷെ ഇതിന്റെ ടൈം ലൈന് ഓരോ പീരീഡ് കൂടി ഉണ്ട് ഓരോ സർവീസിന്റെ കാലാവധിക്ക്. അപ്പൊ അത് പ്രകാരം ഓട്ടം കുറവുള്ള വാഹനം ആയതുകൊണ്ട് ഇത് മേജർ സർവീസ് തന്നെ ആയിരുന്നു. അങ്ങനെ ഈ മേജർ സർവീസിന് വണ്ടി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്, പിക്കപ്പിന് വേണ്ടിയിട്ട് എക്സിക്യൂട്ടീവ് വന്ന സമയത്ത് ഇവരുടെ അടുത്ത് അറിയിച്ചിട്ടുണ്ടായിരുന്നത് ഏകദേശം 7,500 രൂപയാണ് സർവീസിന് വരുന്ന എമൗണ്ട് എന്നായിരുന്നു. അങ്ങനെ വണ്ടി കൊണ്ടുപോയി ഷോറൂമിലെത്തി കുറച്ച് കഴിഞ്ഞ സമയത്ത് കസ്റ്റമറെ വിളിച്ചിട്ട് അവര് അപ്ഡേറ്റ് ചെയ്തത് നിങ്ങളുടെ വാഹനം സർവീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 8,000 രൂപ ആവും എന്നുള്ളതാണ്. അപ്പോ കസ്റ്റമർക്ക് ഇതിലൊരു സംശയം തോന്നി. കസ്റ്റമർ എന്ത് ചെയ്തു വെച്ചാല് ടാറ്റ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു IRA ആപ്പ് ഉണ്ട്. ഈ ആപ്പ് വെച്ചിട്ട് നോക്കിയപ്പോൾ മാൻഡേറ്ററി ആയിട്ടുള്ള സർവീസുകൾ എന്തൊക്കെയാണ് വരുന്നത്, മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് വരുന്നത് നോക്കിയ സമയത്ത് ഇത്രയും പൈസ വരുന്നില്ല. അപ്പൊ അങ്ങനെ എന്ത് ചെയ്തു വെച്ചാൽ ഇവര് ഈ മാൻഡേറ്ററി ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളുടെ ഒരു സ്ക്രീൻഷോട്ട് ഈ എക്സിക്യൂട്ടീവിന് ഷെയർ ചെയ്തു. എന്നിട്ട് ഇവരുടെ കൺസേൺ അറിയിച്ചു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ എക്സിക്യൂട്ടീവ് തിരിച്ച് ഇവരുടെ അടുത്ത് ബന്ധപ്പെട്ടിട്ട് പറഞ്ഞു, മാഡം ഓക്കെ, ഞങ്ങള് 8,000 രൂപ ഇല്ല, ഏകദേശം 6,800 രൂപക്ക് നിങ്ങളുടെ സർവീസ് പൂർത്തിയാവും എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഉച്ച സമയത്താണ് അവർ എന്നെ ബന്ധപ്പെടുന്നത്. നമ്മുടെ ക്ലബിലെ മെമ്പറാണ്. അപ്പൊ എന്നെ ബന്ധപ്പെട്ട സമയത്ത് ഞാന് പിന്നെ ഈ കസ്റ്റമറുടെ വാഹനത്തിന്റെ നമ്പർ കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ട് ഈ സർവീസ് സെന്ററിലെ എക്സിക്യൂട്ടീവിനെ വിളിച്ചു. അപ്പൊ ഈ എക്സിക്യൂട്ടീവിനെ വിളിച്ച സമയത്ത് ഞാൻ പറഞ്ഞൊരു പോയിന്റ് ഇതായിരുന്നു, നിങ്ങൾക്ക് എത്ര പണം വേണമെങ്കിലും വാങ്ങാം. ഓക്കെ, അവരിപ്പോ അവിടെ സർവീസിന് വന്നല്ലോ, അവിടെ എന്തായാലും വന്ന് പെട്ടു. നിങ്ങളൊരു കാര്യം ചെയ്തോളൂ, നിങ്ങൾ വാങ്ങിക്കോളൂ, കുഴപ്പമില്ല. പക്ഷേ നിങ്ങളുടെ സർവീസ് സെന്ററിൽ ഇങ്ങനെ പണം വാങ്ങുന്നതിനെ കുറിച്ചുള്ള പിന്നെ ഒരു ചർച്ച നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ നടക്കുന്നുണ്ട്. അത് അമിതമായ ചാർജ് ഈടാക്കുന്നു എന്നുള്ള ഒരു കൺസേൺ ഗ്രൂപ്പുകളിലൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ അത് ഇൻ ഫ്യൂച്ചറിൽ എന്തായാലും നിങ്ങളുടെ സെന്ററിൽ വാഹനം സർവീസിനെത്തുന്ന വാഹനങ്ങളുടെ എണ്ണം കുറയാൻ കാരണമായേക്കാം. അതുകൊണ്ട് നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കൃത്യമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് റീസണബിൾ ആയിട്ടുള്ള ബില്ല് ഈടാക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ അമിതമായ ബില്ലുമായിട്ട് മുന്നോട്ട് പോവാം എന്നായിരുന്നു ഞാൻ പറഞ്ഞത്. അങ്ങനെ അവർ എന്ത് ചെയ്തു വെച്ചാൽ വൈകുന്നേരം ആണ സമയത്ത് വണ്ടി തിരിച്ച് ഡെലിവറി കൊടുക്കാൻ വരുന്ന സമയത്ത് കസ്റ്റമർ അടുത്തുനിന്ന് 5,500 രൂപയാണ് ഈടാക്കിയത്. ആദ്യം 7,500 പറഞ്ഞു, പിന്നീട് അത് 8,000 ആയിട്ട് ഉയർന്നു. ആ 8,000 എന്നുള്ളത് പിന്നീട് 6,800 ചുരുങ്ങി. വീണ്ടും നമ്മൾ സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അത് 5,500 രൂപയിലേക്ക് വന്നു. അപ്പൊ ഇത് എന്താ ഇവിടെ ആക്ച്വലി നടക്കുന്നത്, എന്താ അതിൽ സംഭവിക്കുന്നത്? ഒരു കാര്യം മനസ്സിലാക്കുക, കരയുന്ന കുട്ടിക്ക് പാലുള്ളൂ. ഓക്കെ, നമ്മളെ വണ്ടി സർവീസിന് കൊണ്ടുപോകുന്ന സമയത്ത് നമുക്ക് കൃത്യമായ ധാരണ വേണം, എന്താണ് ഈ സർവീസിൽ ചെയ്യേണ്ടത്. അത് കാണാതെ പഠിച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. സർവീസിന് കൊണ്ടുപോകുന്ന സമയത്ത് അവരുടെ അടുത്ത് പറയാ, എന്താണോ കമ്പനി മാൻഡേറ്ററി ആയിട്ട് ചെയ്യാൻ പറയുന്ന കാര്യം അത് മാത്രമേ നിങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. അതിലുപരിയായിട്ട് ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ എന്റെ കൺസേൺ ഇല്ലാതെ, ഞാനാണ് വാഹന ഉടമയെങ്കിൽ എന്റെ കൺസേൺ ഇല്ലാതെ നിങ്ങൾ ചെയ്യാൻ പാടില്ല എന്നുള്ള. ടാറ്റ കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു IRA ആപ്പ് ഉണ്ട്.
ആ ആപ്പ് ഒന്ന് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ വാഹനം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ പീരിയോഡിക്കൽ സർവീസിലും എന്താണ് മാൻഡേറ്ററി ആയിട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരൊറ്റ കാര്യം നിങ്ങൾ പറയേണ്ടതുള്ളൂ. സർവീസിന് കൊണ്ടുപോകുന്ന സമയത്ത് അവരുടെ അടുത്ത് പറയാം, എന്താണോ കമ്പനി മാൻഡേറ്ററി ആയിട്ട് ചെയ്യാൻ പറയുന്ന കാര്യം അത് മാത്രമേ നിങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. അതിലുപരിയായിട്ട് ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ എന്റെ കൺസേൺ ഇല്ലാതെ, ഞാനാണ് വാഹന ഉടമയെങ്കിൽ എന്റെ കൺസേൺ ഇല്ലാതെ നിങ്ങൾ ചെയ്യാൻ പാടില്ല എന്നുള്ള കൃത്യമായ ഇൻഫർമേഷൻ നമ്മൾ കൊടുത്തിരിക്കണം. അല്ലെങ്കിൽ ഇതുപോലുള്ള ചതിക്കുഴികളൊക്കെ നമ്മൾ വീഴാൻ സാധ്യതയുണ്ട്. പക്ഷെ പലപ്പോഴും സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സർവീസ് സെന്ററിലെ എക്സിക്യൂട്ടീവുമാര് നമ്മളെ വിളിച്ചിട്ട് സാർ എന്നൊക്കെ വിളിച്ചിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. അവർ ഈ പറയുന്നതിന്റെ കൂട്ടത്തിൽ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ കുറെ ആഡ് ഓൺ ആയിട്ടുള്ള കാര്യങ്ങൾ അവർ പറയും. ഈ ഇന്ന് തന്നെ നടന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കസ്റ്റമറുടെ അനുവാദം പോലും ഇല്ലാതെ ചെയ്തിട്ടില്ല, പക്ഷെ ഇവർ ചെയ്യാൻ വേണ്ടി നിശ്ചയിച്ച കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ AC വെന്റ് ഡിസ്ഇൻഫെക്ഷനിങ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അപ്പൊ ഇതൊക്കെ എന്താ പറയാ, പ്രത്യേകിച്ച് ആകെ ഈ വണ്ടി എടുത്തിട്ട് 2 വർഷ കാലം ആയിട്ടുള്ളൂ, പുതിയ വാഹനമാണ്. അത് പിന്നെ ചെയ്യണോ വേണ്ടെന്നൊക്കെ ഉള്ളത് ഡിപ്പെൻസ്, അത് ഓരോരുത്തരുടെ കാര്യമാണ്. പക്ഷെ അത് എന്ത് ചെയ്യുന്നില്ല, ഇവന്മാര് ചിലപ്പോൾ നമ്മുടെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, പക്ഷെ ഇതൊരു ഓപ്ഷണൽ ആണ്, ആഡ് ഓൺ ആണ് എന്നുള്ള കാര്യമൊന്നും ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവില്ല, പറഞ്ഞിട്ടുണ്ടാവില്ല. അപ്പൊ നമുക്ക് ധാരണ ഇല്ലാഞ്ഞാല് ഇവരെന്താവും, നമ്മളെ കൊണ്ടുപോയി ചാടിക്കും. അതുകൊണ്ട് ദയവ് ചെയ്ത് EV വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളോടാണ് പറയാനുള്ളത്, നിങ്ങളെ വാഹനം സർവീസിന് കൊടുക്കുന്ന സമയത്ത് എത്ര കിലോമീറ്ററിന്റെ സർവീസിനാണ് നിങ്ങൾ പോകുന്നത്, അതുപോലെ എന്തൊക്കെയാണ് ഈ സർവീസിൽ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യുന്നത്, ഇതിനെക്കുറിച്ച് കൃത്യമായ ധാരണ നിങ്ങൾക്ക് വേണം. ഈ ധാരണയില്ലാതെ നമ്മൾ അവരുടെ ഈ സാർ വിളി കേട്ടിട്ട് അതിന്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ ഇതുപോലെ ബില്ല് വരുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, മേലോട്ട് നോക്കേണ്ടി വരും. ഓക്കെ, ഈ ബില്ല് കുഴപ്പമില്ലാത്ത ആളുകൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ പല ആളുകളും എന്താ ചെയ്യുന്ന വെച്ചാൽ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഗ്രൂപ്പിൽ വന്ന് പരാതി പറയുന്ന ആളുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ആദ്യം ധാരണ ഉണ്ടാക്കിയിട്ട് മാത്രം നിങ്ങൾ വാഹനം കൊടുക്കുക. അതുപോലെ കഴിയുന്നതും സർവീസിന് നമ്മൾ വണ്ടി കൊണ്ടുപോയി നമ്മൾ നേരിട്ട് അവിടെ എത്തി നമ്മുടെ എന്തൊക്കെയാണ് ഇതിൽ വർക്ക് ചെയ്യുന്നത്, ഇവരെന്തൊക്കെയാണ് ചെയ്ത് കൂട്ടുന്നത് എന്നുള്ളത് നേരിട്ട് കണ്ട് ബോധ്യപ്പെടാൻ വേണ്ടി ശ്രമിക്കുക. അത്യാവശ്യ സാഹചര്യങ്ങളിൽ നമുക്ക് പിക്കപ്പും ഡ്രോപ്പൊക്കെ വേണ്ടി വരും. എങ്കിൽ പോലും പരമാവധി ഈ നമ്മുടെ ഒരു ഡയറക്റ്റ് പ്രസൻസ് അവിടെ ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള സർവീസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ആവശ്യമായ ബോധ്യത്തോടെ നമ്മൾ അവരുടെ അടുത്ത് പെരുമാറുക. അപ്പൊ തീർച്ചയായിട്ടും ഈ എമൗണ്ടിൽ വ്യത്യാസം വരും. ഒപ്പം സർവീസ് സെന്ററുകാരോട് പറയാനുള്ളത്, നിങ്ങൾ ഒരിക്കലും ഈ കസ്റ്റമേഴ്സിനെ അനാവശ്യമായിട്ട് പിഴിയാൻ വേണ്ടി ശ്രമിക്കരുത്. അങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെയാണ് അതിന്റെ നഷ്ടം. നിങ്ങളുടെ സർവീസ് സെന്ററിൽ എമൗണ്ട് കൂടുതലാണ്, അവിടെ പിടിച്ചുപറിയാണെന്നുള്ള ഒരു ധാരണ ഈ കസ്റ്റമേഴ്സിന്റെ ഇടയിൽ പരക്കുകയും അത് നിങ്ങളുടെ തുടർന്നുള്ള ബിസിനസ്സിനെ നിങ്ങളാരും ഒരു ദിവസം ബിസിനസ് ചെയ്ത് ഇന്ന് ഈ കിട്ടുന്ന വണ്ടി എല്ലാം കൂടി സർവീസ് ചെയ്ത് നാളെ പൂട്ടിപ്പോകാനുള്ള ആൾക്കാരല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് കൃത്യമായി കസ്റ്റമർ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ മാത്രം അവരുടെ അറിവോടെ മാത്രം ചെയ്യാനുള്ള ഒരു ബാധ്യത, എന്താ പറയാ, അതിനുള്ളൊരു മാന്യത നിങ്ങളും കാണിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ഓക്കെ, താങ്ക്